അപ്പോൾ നമ്മൾ ഇവിടെ ഒ പി തുടങ്ങുന്ന സമയത്ത് പുതിയതായിട്ട് ഫ്രഷായിട്ട് തുടങ്ങിയതാണ്. പൂജ്യത്തിൽ നിന്ന് തുടങ്ങി ഒരു സ്റ്റാഫ്, നേഴ്സായിട്ടൊരു സ്റ്റാഫ് വന്നു. പിന്നെ ഒരു ഡ്രൈവർ, വണ്ടി ഓടിക്കാൻ ഓൾറെഡി നമ്മൾ മൊബൈൽ യൂണിറ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ വേറെ സഹായിക്കാൻ 1-2 ചെറുപ്പക്കാർ, അങ്ങനെ തുടങ്ങിയതാണ്. അത് പിന്നെ ക്രമേണ ഒ പിയുടെ നമ്പർ കൂടി ഒരു 30, 40, 50 ആയ സമയത്ത് എല്ലാ ദിവസവും 50 പേര് വരുന്ന ഒരു സാഹചര്യം വന്ന സമയത്ത്, അന്ന് നമ്മൾ കരയിൽ തന്നെ വരാന്തയിൽ ഒരു കട്ടിലുണ്ട്. അപ്പോൾ ആൾക്കാരെന്തെങ്കിലും ഡ്രിപ്പോ വല്ലതും വേണമെങ്കിൽ അവിടെ ഡ്രിപ്പ് ഇട്ടിട്ട് അവിടെ കിടത്തും. അങ്ങനെയൊക്കെ ചികിത്സിച്ചപ്പോൾ അതിന് തന്നെ വലിയൊരു സ്വീകാര്യത ഉണ്ടായിരുന്നു. ആൾക്കാർ തിങ്ങി നിൽക്കും. അപ്പോൾ നമ്മളും സംഘത്തിൻ്റെ എന്തെങ്കിലും ക്യാമ്പിനൊക്കെ പോയിട്ടൊരു 15-20 ദിവസം കഴിഞ്ഞ് വരുന്ന ദിവസം, ആ 21ാമത്തെ ദിവസം നമ്മൾ വരുമ്പോൾ മുറ്റത്ത് നിറച്ച ആൾക്കാർ മെഡിസിന് വേണ്ടി കാത്തിക്കുന്ന കാരണം അത്രയും ദിവസം ഡോക്ടറില്ല, എന്നാൽ ഇത്ര ദിവസം വരും എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ രോഗികൾ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ജനങ്ങൾക്കത് ഈ ചികിത്സാ സൗകര്യം ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിരുന്നു. അപ്പോൾ 2005 ഞാൻ പ്രചാരക് എന്നുള്ള ഇതിൽ നിന്ന് തിരിച്ച് ഗൃഹസ്ഥനായിട്ട് മാറുന്നത്. അന്ന് 2005 പോകാൻ കഴിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് സംഘത്തിൻ്റെ മുതിർന്ന കാര്യകർത്താക്കളെല്ലാം കൂടെ അപ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റൽ പണിയാം എന്നുള്ള ഒരു ഇതിൽ മുന്നോട്ട് വന്നു. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ തന്നെ ഒരു ഹോസ്പിറ്റൽ പണിയാനുള്ള പ്രപ്പോസലൊക്കെ പല കമ്പനികൾക്കും കൊടുത്തിരുന്നു. അന്ന് പാലക്കാടുള്ള നവോത്ഥാന പക്ഷത്തിൻ്റെ പേരിൽ കൊടുത്തിരുന്നു. അപ്പോൾ പക്ഷേ അന്ന് ലൈവായിട്ട് ഇവിടെ ഒരു പ്രവർത്തനം ഇല്ലാതിരുന്നുകൊണ്ട് അന്നത്തെ ആ പ്രപ്പോസലൊന്നും മുന്നോട്ട് പോയില്ല. അപ്പോൾ ഇത്തവണ സംഘത്തിൻ്റെ സേവാനിധിയിൽ നിന്ന് തന്നെയാണ് ഒരു തുക എടുത്തിട്ട് ഒരു 8 ലക്ഷം രൂപ എടുത്തിട്ടൊരു ഹോസ്പിറ്റൽ പണിയാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ 2006 ജൂൺ 5 10 ബെഡുള്ള ഹോസ്പിറ്റലിൻ്റെ പണി തീർന്നു. അതും മുഴുവൻ തീർന്നില്ല, ഒരു വിങ് ബാക്കി ഉണ്ടായിരുന്നു പണി തീരാൻ. എൻ്റെ പ്ലാസ്റ്ററിംഗ് ഒന്നും തീർക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ തുടക്കത്തിൽ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 2010 ആ സമയമായപ്പോഴാണ് വേറൊരു ഡോക്ടറെ, ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴാണ് വേറൊരു ഡോക്ടറെ എടുക്കാനുള്ള ചിന്ത വന്നു. 2015 ആവുമ്പോൾ നമ്മളതിൻ്റെ 1-ാം നിലയും കൂടി പണി പൂർത്തിയാക്കി. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, ICU അങ്ങനെയുള്ള സൗകര്യങ്ങൾ വന്നു. 2016 മുതൽ ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങി. അതിനുള്ള വെൽ എക്യുപ്ഡ് ഒരു തിയേറ്ററായി. ഈ 2023 ഈ വർഷം മെയ് മാസമാണ് 2-ാം നില പണി പൂർത്തിയാക്കിയത്. അപ്പോൾ അതോടുകൂടി ഇത് 50 ബെഡുള്ള ഹോസ്പിറ്റലും, ഇപ്പോൾ മെഡിക്കൽ ICU, NICU, അതുപോലെ ബാക്കി ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരുപാട് ഓപ്പറേഷനുകൾ ചെയ്യാനുള്ള സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലായിട്ട് മാറി. അപ്പോൾ ഇത്രയും വർഷവും നമുക്ക് ഈ ട്രൈബൽ ആളുകൾക്ക്, വനവാസി വിഭാഗത്തിൽപ്പെട്ട രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായിട്ട് ചികിത്സിക്കുക എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 10 രൂപ OP ചീട്ട് വാങ്ങുക, ബാക്കിയുള്ള ചികിത്സകൾ ഫ്രീ ആയിട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ. ഇടക്കാലത്ത് ചില സൗകര്യമുള്ള ചില വനവാസി രോഗികളുടെ നിന്ന് ചില കാര്യങ്ങൾക്കൊക്കെ വാങ്ങി ചില പൈസ അവർക്ക് തരാൻ പറ്റുന്നവരെന്ന് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പോൾ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ പലപ്പോഴായിട്ടും നമുക്ക് ഓരോ എക്യുപ്മെൻറ്റ് വാങ്ങാനും പല സൗകര്യങ്ങൾ വികസിപ്പിക്കാനും ഇതിനൊക്കെ പല കമ്പനികളുടെ, ചില മാന്യ വ്യക്തികളുടെ നിന്ന്, സജ്ജനങ്ങളുടെ നിന്നൊക്കെ സഹായം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്കിപ്പോൾ അതൊരു വളരെ ഇതുപോലത്തെ ഒരു റിമോട്ട് ഏരിയയിൽ വളരെ നല്ല സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ലാപ്രോസ്കോപ്പി, അതുപോലെ എൻഡോസ്കോപ്പി, ലാബ് പരിപൂർണമായിട്ടും എല്ലാ സൗകര്യങ്ങളോടുകൂടെ ലാബ്, അതേപോലെ തിയേറ്ററിൽ തന്നെ നമുക്ക് ഓർത്തോ, ENT അങ്ങനെയുള്ള സർജറികൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അനസ്തീഷ്യ വർക്ക് സ്റ്റേഷൻ, അങ്ങനെ ഒരുപാട് നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഹോസ്പിറ്റലായി. ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റും അനസ്തറ്റിസ്റ്റും അതുപോലെ മറ്റ് ഡോക്ടേഴ്സ് എല്ലാവരും കൂടെ ഡെൻ്റൽ സൗകര്യങ്ങളെല്ലാം കൂടിയിട്ടൊരു 9 പേര് ഡോക്ടർമാരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ഒരു ചിത്രം.